ISROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൽ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 500 മീറ്ററായി കുറച്ചു. 1.5 കിലോമീറ്ററിൽ നിന്നാണ് 500 മീറ്ററായി കുറച്ചത്. അടുത്ത ഘട്ടം നിർണായകമാണ്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകുന്നത് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 500 മീറ്ററായി കുറയ്ക്കുന്ന ഒരു സാഹചര്യം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ത്യയുടെ ISROയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിൽ 500 മീറ്ററായി 2 ഉപഗ്രഹങ്ങളുടെയും ദൂരം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ISROയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. ഈ സ്പേസ് ഡോക്കിംഗ് അഥവാ ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഈ ഒരു ദൗത്യത്തിൽ നേരത്തെയും ഇത്തരത്തിൽ 500 മീറ്ററായി ഈ ദൂരം കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നു. ഈ ദൂരം കുറച്ച് ഉപഗ്രഹങ്ങളെ അടുപ്പിച്ച് ശേഷം ഡോക്കിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൗത്യമാണ് ഈ സ്പാഡെക്സ് ദൗത്യം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ 500 മീറ്ററായി ഇതിൻ്റെ ഒരു അകലം കുറച്ചിട്ടുണ്ട് എന്നാണ് ISRO ഏറ്റവും ഒടുവിലായി നൽകുന്ന അപ്ഡേറ്റ്. നേരത്തെ കഴിഞ്ഞ ആഴ്ചയും 500 മീറ്ററായി ഇത് കുറച്ചിരുന്നു. ശേഷമാണ് 2 ദിവസം മുൻപ് ഡോക്കിംഗ് നടക്കും എന്നുള്ള വിവരമൊക്കെ വരുന്നത്. 2 തവണയാണ് ഇത്തരത്തിൽ മാറ്റിവെച്ചത്. അടുത്ത ഘട്ടം ഏറ്റവും നിർണായകമാണ്. കാരണം ഈ 500 മീറ്ററിന് ശേഷം അടുത്തേക്ക് വീണ്ടും ഈ ചേസർ ഉപഗ്രഹത്തെ അടുപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീവിയേഷൻ, ഒരു വ്യതിയാനം ഉണ്ടാകുന്നു എന്നുള്ളത് നിർണായകമാണ്. നേരത്തെ ഈ ദൗത്യം ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും മാറ്റിവെക്കാൻ ഒരു കാരണമായി മാറിയത് ഇത്തരത്തിൽ ഈ ഉപഗ്രഹം ഒരു ഡീവിയേഷൻ കാണിച്ചത് കൊണ്ടാണ്, ചേസർ ഉപഗ്രഹം. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ടം വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ISRO കൈകാര്യം ചെയ്യുകയുള്ളൂ. കാര്യം ഇത് ഏറ്റവും അടുപ്പിച്ച് പിന്നെയും ദൂരം കുറച്ചുകൊണ്ട് ഡോക്കിംഗ് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ISRO കരുതുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ഒരു ദൂരം കുറയ്ക്കാൻ കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഡോക്കിംഗ് നടക്കും എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന ഓരോ വ്യത്യാസങ്ങളെയും കൃത്യമായി പഠിച്ച് വളരെ സാവധാനം മാത്രമാണ് ഇത്തരത്തിൽ ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരത്തെ കുറയ്ക്കുന്നത്. കാരണം നേരത്തെ ഈ ദൂരം കുറയ്ക്കാൻ വേണ്ടി അല്പം വേഗം ഈ ദൂരം കുറയ്ക്കുന്ന പ്രക്രിയയെ അത് സമീപിച്ചതാണ് ഇത്തരത്തിൽ ഡോക്കിംഗ് മാറ്റിവെക്കാൻ ഒരു കാരണമായി മാറിയത്. 2 തവണ പാളിപ്പോയ അല്ലെങ്കിൽ ഒരു കയ്യകലത്തിൽ നിന്ന് വിട്ടുപോയ ഒരു ദൗത്യമാണ്, ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ. എന്തായാലും 500 മീറ്ററായി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നേട്ടം തന്നെയാണ്. ഇനിയും ഇത്തരത്തിൽ ദൂരം കുറയ്ക്കേണ്ടതായുണ്ട്. ശേഷമാണ് ഡോക്കിംഗ് പ്രക്രിയ നടക്കുക. 2 ദിവസത്തിനുള്ളിൽ നമ്മളത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.